ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗെയ്സ് നമ്മൾ ഇന്നൊരു ചേസ് എടുക്കാൻ പോവാണ് ഗെയ്സ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇവിടുന്ന് വീട്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ കഴിക്കും ബാക്കാണെന്ന് എൻ്റെ വീടാണോ എന്ന്. അപ്പോൾ ഇതെൻ്റെ വീടല്ല, ഇതെൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ്. അപ്പോൾ നമ്മുടെ ബസ് കിടക്കുന്നത് കുറച്ച് അപ്പുറത്താണ്, അതായത് പ്രകാശ് ഇവിടുന്ന് അത്യാവശ്യം അടുത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ചേസ് അപ്പുറത്തിട്ടേക്കുവാണ്. അപ്പോൾ ഇന്നോവയും കൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ചേസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല കണ്ടൻസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുപോകും. നല്ല ചെളിയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ദിവസം കഴുകാൻ കിട്ടും എന്തായാലും. അപ്പോൾ ഗൈസ് നല്ല മഴയാണ്. അപ്പോൾ ചേസ് കൊണ്ടൊക്കെ പോകുമ്പോൾ എന്തുമായി തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേസ് കൊണ്ട് പോകുമ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം സീനാകത്തില്ലേ. അപ്പോൾ അതെന്തുമായി തീരുമെന്ന് അറിഞ്ഞൂടാ. ഇവരെന്തിനാ ഈ റോഡിൽ നിന്ന് നടക്കുന്നത്? എന്താണ് ഇവിടെ കിടക്കുന്നത്? എന്താണെന്നറിയത്തില്ല. അവനെന്തോ പ്രശ്നമാണ്. അപ്പോൾ ഗൈസ് ഇവിടുന്ന് കുറച്ച് അടുത്താണ് കേട്ടോ. അധികം ദൂരം ഇല്ലെങ്കിലും അത്യാവശ്യം ദൂരമുണ്ട്. അത്യാവശ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ വന്നേക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നോവ കൊണ്ട് അപ്പുറത്ത് പാർക്ക് ചെയ്തേക്കുവാണ്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നേക്കണം. അപ്പോൾ ഗൈസ് ഈ ഒരു മതിൽ കണ്ടു, അതുകൊണ്ട് ആ ബിൽഡിംഗ് ഉണ്ടോ, ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് ചേസ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റാത്തത്ര എക്സൈറ്റഡാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയാലും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പതിവ് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കനൊക്കെ കിട്ടുന്ന സ്ഥലമാണ്, ചിക്കൻ അറക്കുന്ന സ്ഥലമാണ് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ വേണ്ട ആ ബിൽഡിങ്. ഇതെന്താ ബിൽഡിങ്? എന്തോ ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ പുറയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഈ റോഡിൻ്റെ നടുക്കുള്ള ഗൈസ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കാണ് ഗൈസ്. ചുമ്മാ എൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് കയറി നോക്കി നോക്കാം. മണ്ട അല്ല ഗൈസ്, ഇവിടെ അല്ല സാധനം കിട്ടി. വേണ്ട, വെറുതെ കുഴി പോയി അടുത്ത പണിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും ഇതിൻ്റെ ബാക്കിലാവാനേ ഉള്ളൂ ചാൻസ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാം. ഗായ്സ് ഗൈസ് നമ്മുടെ ചേസ് കിടക്കുന്നു. ഗൈസ് ഇതെന്ത് ഈ മഴയത്ത് കൊണ്ടിട്ടേക്കുന്നു? മോനെ ഗൈസ് ഇവനെന്ത് ഈ മഴയത്ത് കൊണ്ടിട്ടേക്കുന്നു? ഗായ്സ് ചേസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഇവിടെ എന്തോ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തുവാ നെറ്റിപ്പട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നമ്മൾ ഊരി മാറ്റി. സാധനം കിടക്കണോ ഗൈസ്? ഇവിടെ കഴിക്കാൻ പറ്റുമോ? ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ താഴേക്ക് വീഴും. അപ്പോൾ സീനാണ് കേട്ടോ. എൻ്റെ ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് കുളിർമ തോന്നുന്നു. ഭയങ്കര മഴയൊക്കെ കേട്ടു. നമുക്ക് നൈസിന് വണ്ടിയോട്ട് കയറാം. അപ്പോൾ ഓടിക്കുമ്പോൾ മഴയൊക്കെ കൊണ്ടുകൊണ്ട് വേണം പോകാൻ. സൈഡിൽ കൂടെ ഒക്കെ മഴ ചീറ്റി അടിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിക്കകത്തോട്ട് കയറിയാലോ. ഗായ്സ് അപ്പോൾ വണ്ടിക്കകത്ത് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. സീനാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഗൈസ് ഇൻറ്റീരിയറൊക്കെ കൊള്ളാം കേട്ടോ. സ്റ്റിയറിങ്ങൊക്കെ നല്ല രസമുണ്ട് ഇങ്ങനെ ഓടിക്കാൻ. അപ്പോൾ ഗൈസ് ഞാൻ എടുക്കാൻ പോകുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡോൺ മോഡൽ കേട്ടോ. സെഡോൺ മോഡൽ വണ്ടിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. യെസ്, 7 മോഡലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഉള്ളിവശം. ചെറുതായിട്ട് മഴയൊക്കെ കൊള്ളുന്നുണ്ട്. ഏതായാലും നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ 2-3 റൗണ്ടൊക്കെ ഓടിച്ചിട്ട് നമ്മൾ വണ്ടി വീട്ടിലോട്ട് കൊണ്ടുവന്നല്ലോ കേട്ടോ. എന്തായാലും നമുക്ക് വണ്ടി വേണമൊക്കെ. ഗൈസ് വണ്ടി വേണമൊക്കെ. അപ്പം നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഏതാ ലെവൽ സാധനം. അല്ല ഇതിനും ചേസിന് വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് വല്ലാത്തൊരു ഫീൽ ലുക്കുള്ളത് പോലെ. അപ്പോൾ ഇത് ഇടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രശ്നം കേട്ടോ. ഇടിച്ച് കഴിഞ്ഞാൽ ചേസാണ് ഒന്നാമത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കിയെടുക്കാം. അപ്പോൾ വരെ പോക്ക് ഇവിടെ നിന്ന് ഇറക്കാൻ പാടുമെന്ന് അറിഞ്ഞൂടാ. അതായത് നമുക്ക് ഇറക്കാൻ കേസ് അടിയൊക്കെ തട്ടുമോ? അങ്ങനൊന്നും തട്ടത്തില്ല കേസ്. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ
ഓ ഇവിടെ എന്ത് ട്രാഫിക്കാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് എടുത്തിട്ട് പോവാം. ഒരു കൺട്രോളില്ലേ. അല്ല ഗൈസ് ഇവിടെ എന്തോ ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു. ആക്സിഡൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇടിച്ചോ എന്ന് തോന്നുന്നു. വണ്ടി ഇറക്കിയപ്പോഴേ ഇങ്ങനെയൊക്കെയാണല്ലോ ഈ പ്രശ്നങ്ങൾ. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വെച്ച് പിടിക്കാം. ഒരു 2 റൗണ്ട് കറക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും കേട്ടോ. അല്ലാതെ നമ്മൾ കറങ്ങുന്നില്ല. ഇവിടെ ഒരു കറക്കും ഇതെന്ത് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേസ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊന്ന് തിരിക്കാൻ. കേസ് നല്ല രസമുണ്ട് കേട്ടോ ഇത് ഓടിക്കാൻ. ചേസ് എന്താണെന്നറിയത്തില്ല. ഈ സാധാരണ ബസ് ഓടിക്കുന്ന പോലെയല്ല. പിന്നെ കേസ് നല്ല രീതിക്ക് മഴ കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേസ് ഉണ്ട്. ഓ ഇതെന്ത് കേസ് ഇവിടെ ഭയങ്കര പ്രശ്നമായെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നോക്കാരനാണെന്ന് തോന്നുന്നു. ഓ ഗൈസ് വണ്ടി ഇറക്കിയപ്പോഴേതാണല്ലോ കേസ് പ്രശ്നം. അയ്യോ. അപ്പോൾ കേസ് എന്തായാലും നമുക്ക് ഇതിലേക്കൂടെ അങ്ങോട്ട് ഇറക്കാം. കേട്ടാൽ പറ്റുമോ നോക്കാം. ഇതിലേക്കൂടെ അങ്ങോട്ട് കയറ്റിയാൽ ഓ ഗൈസ് പറ്റത്തില്ല കേസ്. കൂടുതൽ പോസ്റ്റ് ഇപ്പുണ്ട്. ഈ സീനായല്ലോ. ഈ ഇടയിൽ കൂടെ ഇറക്കല്ലേ. ഓ അത് ശ്രദ്ധിച്ചില്ല. ഈ ഇടയിൽ കൂടെ കേട്ടോ ഇടിച്ചാൽ പോയി കേട്ടോ. നിൽക്കി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇങ്ങോട്ട് വണ്ടി എടുത്താൽ ഇല്ലെന്ന് തോന്നുന്നു. പറ്റത്തില്ല. ഇങ്ങോട്ട് ഏറ്റിട്ട് ഇങ്ങനെ എടുത്താലേ പറ്റത്തുള്ളൂ. ഗായ്സ് ഇവനെന്തിനാണ് ഈ ബാക്കിലോട്ട് വരുന്നത്? മുട്ടിയോ എന്തെങ്കിലും തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട് മുട്ട് പോയില്ലേ. ഉയ്യോ ഇടിച്ചെന്ന് തോന്നുന്നു. ഇത് വണ്ടി കൊണ്ടുവന്നപ്പോഴേ ഇതാണല്ലോ ഈ പ്രശ്നം. ഏതായാലും നമുക്കിങ്ങനെ പോവാം. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം കേട്ടോ. നമ്മളിതുവരെ നമ്മുടെ ചെറുക്കനെ വീട്ടിലോട്ട് കയറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റ ഇനി നമ്മുടെ ഇതെടുത്തുകൊണ്ട് വരും, നമ്മുടെ കൂട്ടുകാരൻ. അപ്പോൾ ഇവിടുന്ന് ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടുകൊണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഒരു ലോങ് ഡ്രൈവ് പോകണം നമ്മുടെ വീട്ടിലോട്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു വഴിക്ക് മുന്നേ ഞാൻ പുതിയൊരു വീഡിയോ കൂടെ മേടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നടത്തുവാണ്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. ബൈ.